അതെന്താ ഉണ്ടായത് വെച്ചെങ്കിൽ ഇതിന്റെ ഒറിജിനൽ വർക്കിംഗ് ടൈറ്റിൽ വേറെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ബുക്സും മാനുസ്ക്രിപ്റ്റ്സും പബ്ലിഷേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ഓത്തേഴ്സ് ആയിട്ട് ആസ്പിറേഷനുള്ള ആൾക്കാർക്കുള്ള ടിപ്പാണ് ഇത്. ഒരു വർക്കിംഗ് ടൈറ്റിൽ കൊണ്ട് കിട്ടും. അപ്പൊ എന്റെ വർക്കിംഗ് ടൈറ്റിൽ വേറെ ആയിരുന്നു. വർക്കിംഗ് ടൈറ്റിൽ ക്വാറന്റീൻ സ്റ്റോറീസോ അങ്ങനെ കേരള ക്വാറന്റീൻ ഡയറി അങ്ങനെ എന്തോ ആയിരുന്നു. എന്താ വെച്ചെങ്കിൽ അങ്ങനെ അതിന്റെ ആ വിഷൻ വെച്ചിട്ടല്ല ഞാൻ എഴുതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറെ ബുക്കിന്റെ ടൈറ്റിൽ പബ്ലിഷേഴ്സ് പിന്നീട് പറയും ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മൾ മാനുസ്ക്രിപ്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പബ്ലിഷർ നമുക്ക് ടൈറ്റിൽ തരുന്നു. പബ്ലിഷറുടെ ടൈറ്റിൽ ഒന്നും തരില്ല. എന്താ വെച്ചെങ്കിൽ പബ്ലിഷർ 10-50 ആൾക്കാരാണ് ഒരു അറ്റ് വൺ ടൈം പബ്ലിഷ് ചെയ്യുന്നത്. അവർക്ക് ഇതിനുള്ള സമയമൊന്നും കാര്യമായിട്ടില്ല. ബുക്ക് മാനുസ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നതിനും കുറച്ച് ദിവസം മുമ്പ് പറയുമ്പോൾ ടൈറ്റിൽ തരാൻ പറയും. അപ്പോഴാണ് ആലോചിക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യാണ് പബ്ലിഷറുടെ ടൈറ്റിൽ തരും എന്ന് പറഞ്ഞിട്ട്. ചോദിച്ചപ്പോ പബ്ലിഷർ ഇത് ഞാൻ ടൈറ്റിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ട എന്താ ആവശ്യം? അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്റെ സെക്കൻഡ് വർക്കിംഗ് ടൈറ്റിൽ ആയിരുന്നു, ഫൈനൽ മാനുസ്ക്രിപ്റ്റ് ബിയോണ്ട് ദ ബാക്ക് വാട്ടർ സ്റ്റോറീസ് ഫ്രം കേരള ക്വാറന്റീൻ. പക്ഷെ ഇത് ബുക്കിന്റെ ഹ്യൂമർ തീരെ ക്യാപ്ചർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഡൾ ടൈറ്റിൽ ആണെന്ന് തോന്നി. അപ്പൊ അവർ പറഞ്ഞു ഈ സമയമില്ല, കുറച്ചു നേരം ഉള്ളൂ, അത് അപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കോളീഗ് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ് ആണ്. വി ഹാവ് നോട്ട് വർക്ക് ടുഗദർ ഇൻ ദ സെയിം പ്ലേസ്, പക്ഷെ സെയിം ബിൽഡിംഗില്. ആള് ഭയങ്കര വിറ്റി ആൻഡ് ഹ്യൂമറസ് ആണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി ഐ ഷുഡ് ആസ്ക് ഹിം, കോൾ ഹിം ആൻഡ് സ്പീക്ക് ടു ഹിം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തു സംസാരിച്ചു. മാധവൻ നാരായണൻ എന്നാണ്, ഞാൻ ബുക്കിലും അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു മാഡി എന്നാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞു. മാഡി ഇങ്ങനെ ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇതിന്റെ ടൈറ്റില് ഇതാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ്. പക്ഷെ ഇത് ടൈറ്റിൽ ഊഫില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ ബുക്ക് എന്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ പറഞ്ഞു മെയിൻ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ 90 ചാപ്റ്റർ ആണ് ഓണത്തിന്റെ എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു വൈ ഇസ് ദാറ്റ് നോട്ട് ദ ടൈറ്റിൽ ഓഫ് യുവർ ബുക്ക്? ഞാൻ പറഞ്ഞു അയ്യോ ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ്. അപ്പൊ he said no, that is the title of your book, the title of the chapter is the title of your book. അങ്ങനെയാണ് ഓണം ഇൻ 90 എന്നുള്ള ടൈറ്റിൽ വന്നത്. അതുണ്ടായിരുന്നു. പക്ഷെ അത് ചിലപ്പോ ആസ് എൻ ഓഥർ നമ്മൾ ഭയങ്കരമായിട്ട് ബുക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻവോൾവ് ആവും. അപ്പൊ നമുക്കതിങ്ങനെ കാണില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഹ്യൂമർ കാണാൻ പറ്റും. എന്നുവെച്ചെങ്കിൽ ബുക്കിന്റെ ഹോൾ ടോൺ ഇസ് വെരി ഹ്യൂമറസ്. അങ്ങനെയാണ് ടൈറ്റിൽ വന്നത്. അപ്പൊ ടൈറ്റിലിന്റെ ക്രെഡിറ്റ് ഗോസ് ടു മാധവൻ ഫോർ ഷോയിങ് മീ ദാറ്റ് ദ ടൈറ്റിൽ ഇസ് ദേർ. എന്റെ ബുക്കിലുണ്ട് ദാറ്റ് ചാപ്റ്റർ ടൈറ്റിൽ ഷുഡ് ബി ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്.